എല്ലാവർക്കും നമസ്കാരം കൂട്ടുകാരെ. സമ്പന്നനാകാൻ ആഗ്രഹിക്കാത്തവർ ആരുണ്ട്? എന്നാൽ സത്യം ഇതാണ് സുഹൃത്തുക്കളെ, രാവും പകലും കഷ്ടപ്പെടുന്നവർ ധനികരാവില്ല. ശരിയായ തന്ത്രങ്ങളും നീതികളും പിന്തുടരുന്നവർ മാത്രമാണ് സമ്പന്നരാവുക. ചാണക്യൻ 2000 വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കഠിനാധ്വാനം ചെയ്താൽ വിയർപ്പൊഴുകും, എന്നാൽ ശരിയായ തന്ത്രങ്ങൾ പ്രയോഗിച്ചാൽ സമ്പത്ത് ഒഴുകിയെത്തും. ചാണക്യൻ്റെ കാഴ്ചപ്പാടിൽ പണം വെറും ഒരു ഉപകരണം മാത്രമല്ല, അതൊരു വ്യക്തിയുടെ സുരക്ഷയും സ്വാധീനവും നിർണ്ണയിക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. സമ്പന്നനാകാൻ ചാണക്യൻ പഠിപ്പിക്കുന്ന 6 പ്രധാന പാഠങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. 1. നിങ്ങൾ ഒരു ലക്ഷ്യം നിർണ്ണയിക്കുക, അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുക. നമുക്ക് വിജയിക്കാൻ ആദ്യം വേണ്ടത് വ്യക്തമായ ലക്ഷ്യബോധമാണ്. ലക്ഷ്യമില്ലാത്ത ഒരു വ്യക്തിക്ക് ഒരിക്കലും ധനം നേടാൻ കഴിയില്ല. നിങ്ങൾ എന്തിനാണ് പ്രവർത്തിക്കുന്നത്, അതിൻ്റെ ഫലം എന്തായിരിക്കും, വിജയിക്കുമോ എന്നീ 3 ചോദ്യങ്ങൾ ഓരോ പ്രവൃത്തിക്കും മുൻപ് സ്വയം ചോദിക്കണമെന്ന് ചാണക്യൻ പറയുന്നു. കഠിനാധ്വാനം കൂടാതെ ഒരു സമ്പത്തും നിലനിൽക്കില്ല. സത്യസന്ധമായും ധാർമ്മികമായും പ്രവർത്തിക്കുന്നവർക്ക് യഥാർത്ഥ സന്തോഷവും സമ്പത്തും നേടാൻ കഴിയൂ എന്ന് ചാണക്യൻ ഇവിടെ വ്യക്തമാക്കുന്നു. 2. അറിവാണ് ഏറ്റവും വലിയ ധനം. ചാണക്യൻ്റെ അഭിപ്രായത്തിൽ പുസ്തകങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന അറിവും മറ്റൊരാളുടെ കൈവശമുള്ള പണവും ആവശ്യമുള്ള സമയത്ത് ഉപകാരപ്പെടില്ല. വിദ്യാഭ്യാസമാണ് ഒരു വ്യക്തിയുടെ കൈവശമുള്ള ഏറ്റവും വലിയ സമ്പത്ത്. അറിവുള്ള ഒരു വ്യക്തിക്ക് ദാരിദ്ര്യമുണ്ടാകില്ല. പുതിയ അറിവുകൾ നേടാനും അവ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താനും ശ്രദ്ധിക്കുക. 3. വിവേകത്തോടെ ചെലവഴിക്കുക, കരുതി വെക്കുക. ചാണക്യൻ സമ്പാദ്യത്തെക്കുറിച്ച് ഊന്നി പറയുന്നു. മോശം സമയങ്ങളിൽ പണമാണ് ഏറ്റവും നല്ല സുഹൃത്ത്. അതുകൊണ്ട് തന്നെ ലഭിക്കുന്ന വരുമാനത്തിൽ നിന്നും ഒരു ഭാഗം ഭാവിക്ക് വേണ്ടി കരുതി വെക്കണം. പണത്തെ അനാദരിക്കുന്നവരുടെയും ദൂർത്തടിക്കുന്നവരുടെയും കൈകളിൽ പണം നിലനിൽക്കില്ല. 4. ധനം നിക്ഷേപിക്കുക, കെട്ടിക്കിടക്കരുത്. പണം സമ്പാദിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് അത് ശരിയായ രീതിയിൽ നിക്ഷേപിക്കുന്നത്. ഒരു പാത്രത്തിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം ചീത്തയാകുന്നത് പോലെ ഉപയോഗിക്കാതെ വെറുതെ വച്ചിരിക്കുന്ന പണത്തിൻ്റെ പ്രാധാന്യവും കുറയുന്നു. പണം ലാഭിക്കാനുള്ള ഏറ്റവും നല്ല വഴി അത് ശരിയായ സ്ഥലങ്ങളിൽ നിക്ഷേപിക്കുക എന്നതാണ്. ചിന്തിക്കാതെ അപകടകരമായ നിക്ഷേപങ്ങളിൽ പണം മുടക്കരുത്. ഓരോ നിക്ഷേപത്തെക്കുറിച്ചും കൃത്യമായ അറിവുണ്ടാവണം. 5. സമ്പത്തിൻ്റെ രഹസ്യം സൂക്ഷിക്കുക. ചാണക്യനീതി അനുസരിച്ച് നിങ്ങളുടെ സമ്പത്തിൻ്റെ വിവരങ്ങൾ മറ്റുള്ളവരുമായി ചർച്ച ചെയ്യരുത്. ഇത് കള്ളന്മാരെയും ശത്രുക്കളെയും ആകർഷിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കാൻ പണത്തിൻ്റെ കാര്യങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതാണ് ഉചിതം. 6. മോശം സഹവാസം ഉപേക്ഷിക്കുക. മദ്യപിക്കുകയും ദൂർത്തടിക്കുകയും ചെയ്യുന്ന മോശം ആളുകളോടൊപ്പം സമയം ചെലവഴിക്കുന്നതിലൂടെ സമ്പത്തും ബഹുമാനവും നഷ്ടപ്പെടുമെന്ന് ചാണക്യൻ പറയുന്നു. ദുശീലങ്ങളിൽ നിന്നും അധാർമികമായ പ്രവൃത്തികളിൽ നിന്നും വിട്ടുനിൽക്കുക. അധാർമികമായി സമ്പാദിക്കുന്ന പണം അധികനാൾ നിലനിൽക്കില്ല. ചാണക്യൻ്റെ ഈ തത്വങ്ങൾ പഴയ കാലത്തേതുപോലെ തന്നെ ഇന്നും പ്രസക്തമാണ്. ഈ തത്വങ്ങൾ ജീവിതത്തിൽ പകർത്തിയാൽ ഒരാൾക്ക് സാമ്പത്തിക വിജയം നേടാനും സമൃദ്ധിയോടെ ജീവിക്കാനും സാധിക്കും.